ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? അങ്ങനെ നമുക്കിന്ന് പുതിയൊരു ദിവസം തുടങ്ങാമല്ലേ. ജനുവരി 1 പുതുവത്സര ആശംസകൾ. എൻ്റെ മക്കളെ, ഫാമിലി, ഞങ്ങളെല്ലാവരെയും നല്ലൊരു ദിവസം ഇന്ന് ഞാൻ നേരാണ്. എല്ലാവരെയും ചായയൊക്കെ കുടിച്ചോ? രാവിലെയാണ്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് എല്ലാവരും ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചോ? ഞങ്ങളിവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ന്യൂ ഇയറിൻ്റെ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ. അപ്പോൾ ചെറുതായിട്ട് ഞങ്ങൾ പോയി. ഏതായാലും എല്ലാവർക്കും നല്ലൊരു തുടക്കം ഇന്ന് മുതൽ സ്റ്റാർട്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മളെല്ലാ വർഷവും വിചാരിക്കല്ലോ അല്ലേ, 1-ാം തീയതി മുതൽ നമുക്ക് നല്ലൊരു ദിവസം തുടങ്ങട്ടെ എന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്താ പറയുക, എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് എല്ലാവരെയും പരിപാടികളൊക്കെ, ഭാവി പരിപാടി എന്താണ്, എല്ലാവരും എന്തൊക്കെ എന്തൊക്കെ തീരുമാനിക്കുന്നു. ഓരോരുത്തർക്കും ഓരോരുതായതാണല്ലോ. ഇന്ന് മുതൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആണല്ലോ ഓരോരുത്തർ തീരുമാനിക്കുക. അപ്പം ഞങ്ങളെവിടെയാണെന്ന് വെച്ചാൽ 1-ാം തീയതി തന്നെ നല്ല ശക്തിയായിട്ടുള്ള കാറ്റ് തന്നെയാണ്. ഇന്നലെയൊക്കെ ചെറുതായിട്ടാണെങ്കിലും ഇന്ന് നല്ല കാറ്റാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. വീടൊക്കെ ആയി കിടക്കുന്നുണ്ടതാ കംപ്ലീറ്റ് പൊളിഞ്ഞ് കിടക്കുക. എൻ്റെ മക്കളൊക്കെ കാറ്റടിച്ചിട്ട് അവർക്ക് പേടിയാവുക, എന്നിട്ട് ഒരു ഓടുക കേട്ടോ. കാരണം അങ്ങനെയുള്ള കാറ്റ്, അതൊന്നും നമ്മൾ ചെയ്യാൻ പറ്റില്ല, ഒക്കെ പൊട്ടിപ്പോയി. അപ്പം ഞാൻ ഏതായാലും ഇത് പറഞ്ഞല്ലേ, അപ്പോൾ ഒരു കത്തിയായിട്ട് വന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് നമ്മൾ കെട്ടിയിട്ടൊരു കാര്യമില്ല. കാരണം കാറ്റ് അങ്ങനെ അടിച്ചിട്ട് ഇത് പറന്ന് പോവുക, അതിലേക്കോ പറക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങ് പറിച്ച് കളയാന്ന്. കാരണം ഇത് കൊലായിലേക്ക് ഭയങ്കര വെയിലാണേ. അപ്പോൾ വെയിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്കൊന്ന് കെട്ടിയതാണിത്. അല്ലമ്മ, പക്ഷെ എന്ത് ചെയ്യാനാ, ഈ കാറ്റ് കണ്ടില്ല നിങ്ങൾ, ഭയങ്കര കാറ്റല്ലേ. അപ്പോൾ നമുക്കിതിങ്ങനെ കെട്ടിയിട്ടിട്ടും കാര്യമില്ല. അവിടെ ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. ബേക്കിലോട്ടൊന്നും പോകാണ്ടിരിക്കുന്ന സ്ഥിതി. കാരണം ബേക്കിലെള്ളമൊക്കെ പറഞ്ഞ് പ്ലാസ്റ്റിക്കൊക്കെ അതിൻ്റെ വൈക്ക് പോയിക്ക്. കാരണം ഇനിയിപ്പോൾ പിടിച്ച് പറിച്ച് കെട്ടിയിട്ടും കാര്യമല്ല. കാരണം ഇതിനിപ്പോൾ എന്തായാലും ഈ ഒരു മാസം കുറേ എന്തായാലും 10-15 വരെ കാറ്റയക്കും. ഇതുണ്ടോ, അതൊക്കെ പറഞ്ഞ് ഇവിടെ തൂങ്ങിക്കെടുക്കുക. കാരണം കെട്ടൊക്കെ പൊട്ടിപ്പോയി. ഇപ്പോൾ അധികം ഇനിയിപ്പോൾ നമ്മൾ വലിച്ചു കെട്ടിയാൽ നല്ല കാറ്റല്ലേ. അപ്പോൾ ഇപ്പോൾ ആയി കീറി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ കെട്ടാണ്ടിരിക്കുക. ഇതാണ് സംഭവം. കാറ്റാണെങ്കിലും നല്ലൊരു എന്താ പറയുക, സുഖമാണ്. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള കുറേ നാശനഷ്ടങ്ങൾ നമുക്ക് വരും. കല്ല് തിന്നല്ലേ വാവാ, ആട്ട് തിന്നല്ലേ. അതാ അബ്ബു താത്ത വരുന്നോന്ന് നോക്ക്. വെയിലായിട്ടേ കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ, നല്ല വെയിലല്ലേ. എന്താ പറയുക, വേറെ ആണെങ്കിൽ വിറ്റ് ഇവിടെ പൈപ്പ് തുറന്ന് ഇന്ന് കറണ്ടില്ല. ഇനിയിപ്പോൾ കറണ്ട് വൈകുന്നേരമായിരിക്കും വരിക. മക്കൾ പല്ല് തേച്ചിട്ട് പൈപ്പ് പോട്ടാണ്ട് പോയി, കംപ്ലീറ്റ് വെള്ളവും പോയി. ഞാൻ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ കാണുന്നത്. എന്താ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഞങ്ങൾ 1-ാം തീയതി ന്യൂ ഇയർ ആയിട്ട് 1-ാം തീയതി തന്നെ ഞങ്ങളെ വിശേഷങ്ങളൊക്കെ. ഇനിയിപ്പോൾ കാലാവസ്ഥയൊക്കെ ഇതായതുകൊണ്ട് ഇനിയിപ്പോൾ ഒക്കെ വരണ്ട് പൊട്ടും. ഒരു വെളുത്ത കളറ് വരും ശരീരമൊക്കെ. കാരണം അങ്ങനെ കാറ്റല്ലേ. എന്താ പറയുക, ചർമ്മങ്ങളൊക്കെ വരണ്ട് പൊട്ടുന്ന മാതിരിയാവും. ഇനിയിപ്പോൾ ലോഷനൊക്കെ തേച്ച് എല്ലാവരും ഈ ഒരു സമയത്ത് ലോഷനൊക്കെ തേച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ്. എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയട്ടോ. നിങ്ങൾ ആരും വിശേഷങ്ങളൊന്നും പറയുന്നില്ല. എല്ലാവരും കമൻറ്റ് ചെയ്യും വിശേഷങ്ങളൊക്കെ. എന്നാലല്ലേ എനിക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. നിങ്ങളെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടും നമുക്ക് പുതിയ ഫാമിലിയും കാര്യങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്ത് എല്ലാവരും വരും. എന്നാലല്ലേ നമുക്ക് ഒത്തൊരുമയോട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളെ സപ്പോർട്ടും നിങ്ങളെ സഹകരണമൊക്കെ എനിക്ക് വേണം, എൻ്റെ മക്കൾക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത്. കത്തി കയ്യിൽ നിന്ന് പോണേ അല്ലേ. ഇനി എവിടെ അറ്റിക്കാനുള്ളത് നോക്കി നടക്കുക. കാരണം ഇത് കൈ പിടിച്ചാലല്ലേ അറ്റിക്കാൻ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇവിടെ ആണെങ്കിൽ കണ്ടില്ലേ, ഫുള്ള് പുല്ല. മേലെ പറമ്പുകാരനെ എത്ര ദിവസമായി വിളിക്കണമെന്നാ ഈ പുല്ലൊന്ന് വെട്ടാൻ. നമ്മളെ സൈഡിൽ കൂടെ ഉള്ളതൊക്കെ നമ്മളിങ്ങനെ ഏകദേശം കുറേ കണ്ടില്ലേ
വെട്ടി നന്നാക്കിയിട്ടുണ്ട്. പക്ഷേ കണ്ടില്ലേ, ആ ജനൽമലേക്കാണ് കണ്ടോ പുല്ല് വരുന്നത്. പക്ഷേ ആ ചെങ്ങായി സിനിമയിൽ അഭിനയിക്കാൻ പോയതാണ് പോലെ ഈ പുല്ലും ഇവിടെ ഇട്ടും കാര്യം മനുഷ്യരെടുക്കാറാക്കാൻ. എന്താ പറയുക, വിളിച്ചിട്ടാണ് ഫോണും എടുക്കുന്നില്ല. ഓ, അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ഓരോ ദിവസങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ, ഫുള്ള് എങ്ങനെയെങ്കിലും കാണണം. പിന്നെ എന്താ പറയുക, സപ്പോർട്ടും സഹകരണവും പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളെ സഹകരണം ഉണ്ടെങ്കിലേ എനിക്ക് എൻ്റെ മക്കൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. രാവിലെ ആണല്ലോ, ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ടുണ്ട്. പിന്നെ ആരോ ഒന്ന് വിളിക്കുന്നു. ചായ കുടിക്കുന്ന അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട് വിളിച്ചാട്ടോ, നമ്മളെ മഷൂറ ഫാത്തിമ വിളിച്ചത്. അവളെ കോളാണിപ്പോൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ അവളെ കട്ട് ചെയ്താണ്, കാരണം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ വിളിച്ചത്. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തിട്ടോളെ ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ തിരിച്ച് വിളിക്കും. രാവിലെ തന്നെ അവളെ വിളിച്ചിന്. അവളെ വിളി ഓരോ ദിവസവും രാവിലെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം എനിക്ക് രാവിലെ അവളൊരു വിളി കിട്ടിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ രാവിലെ ഒരു 9 മണിയാകുമ്പോൾക്ക് എന്നും അവളെന്നെ വിളിക്കും. അതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ കണ്ടില്ലേ എന്താ കാറ്റില്ലേ, മരം ചാടിപ്പാടി നടക്കുക. ആറ്റന്ന് ഇങ്ങോട്ട് പുറത്തൊക്കെ പോരി, വാവാ കോയിനെ തൽക്കി. കുറച്ചീച്ച തിന്നോ. ഇതാപ്പം പോയി വാങ്ങിയത്. ഓ, തിന്നാ പിന്നെ അത് തിന്നാൻ തന്നെ തോന്നും. വെറുതെ മക്കൾ ഇത് ഇട്ടാളാത്ത്. എന്തേതു ടേസ്റ്റാ ഈ ഒരു സാധനത്തിന്, ഭയങ്കര ടേസ്റ്റ്. അത് അങ്ങനെ ആക്കി വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പോൾ എത്ര വട്ടം ആക്കി വെച്ച് കസാര വരെ വീണു പോവുക കാറ്റോണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുവരെയും ചേട്ടാ, ബൈ ബൈ.